പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഇന്ന് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ചിന്തിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനും ഡയറക്ടറും ഒക്കെ ആയിരിക്കുന്ന സിസ്റ്റർ റോസ്ലിൻ സുരേഷിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അതിന്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ ലൈവ് വാച്ച് ചെയ്യുന്നവരെയും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ കാണിക്കുന്ന അവരുടെ എല്ലാ തീക്ഷ്ണതയെയും കർത്താവ് മാനിച്ച് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഒത്തൊരുമയോടുകൂടി കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാമല്ലോ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കുറിച്ചാണ്. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം 55-ാം വാക്കിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് 2 പാട്ടുകളെ പാടി കർത്താവിനെ സ്തുതിച്ചിട്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കയറാം. എല്ലാവരും അതാത് സ്ഥലങ്ങളിലിരുന്ന് കർത്താവിനെ ഒന്നിച്ച് മഹത്വപ്പെടുത്താമല്ലോ. Praise the Lord. Greetings to all in the name of the Lord and Savior Jesus Christ. I thank God for giving me this beautiful opportunity to praise and worship Him through this Facebook Live. ലോകം നമ്മെ തള്ളിക്കളഞ്ഞാലും പെറ്റമ്മ നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ മാർവോട് ചേർക്കുന്നൊരു യേശുവുണ്ട്. ആ നിത്യ സ്നേഹത്താൽ സ്നേഹിക്കുന്ന യേശുവോട് നമുക്ക് പറയാം, കർത്താവെ അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. ശകരേ
എന്നെ ചേർക്കുവാൻ മേഘത്തിൽ നീടുന്നേ. യേശുരാജനേ നീടുന്നേ. മേഘത്തിൽ നീടുന്നേ. യേശുരാജനേ നീടുന്നേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ. സ്വർഗ്ഗനാഥനേ ശിവനേ. സത്യദൈവമേ ശിവനേ. സ്വർഗ്ഗനാഥനേ ശിവനേ. സത്യദൈവമേ ശിവനേ. അമ്മയിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ ഏകരക്ഷകനേ ശിവനേ. ലോകരക്ഷകനേ ശിവനേ. എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോ നേദപൂർണ്ണമായി. മേഘത്തിൽ നീടുന്നേ. യേശുരാജനേ നീടുന്നേ. ഹല്ലേലൂയ. കഷ്ടങ്ങളുടെ നടുവിൽ നമ്മെ വന്ന് രക്ഷിക്കുന്ന യേശു, ദുഃഖത്തിന്റെ നടുവിൽ നമുക്ക് ആശ്വാസം തരുന്ന യേശു, നമ്മെ ശക്തനാക്കുന്നതിന് മുഖാന്തരം നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ആ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം, വാഴ്ത്തി പുകഴ്ത്താം, ഉല്ലാസത്തോടെ ആർത്തുഘോഷിക്കാം. ആമേൻ. ആമേൻ. യേശു നല്ലവൻ, യേശു വല്ലവൻ, സർവ്വവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. യേശു നല്ലവൻ, യേശു വല്ലവൻ, സർവ്വവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. പാടി സ്തുതിച്ചിടാം, വാഴ്ത്തിപ്പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആർത്തുഘോഷിക്കാം. പാടി സ്തുതിച്ചിടാം, വാഴ്ത്തിപ്പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആർത്തുഘോഷിക്കാം. യേശു നല്ലവൻ, യേശു വല്ലവൻ, സർവ്വവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. കഷ്ടങ്ങൾ നടുവിൽ വന്നെന്നെ രക്ഷിച്ച യേശു നല്ലവൻ. ദുഃഖത്തിൻ നടുവിൽ ആശ്വാസം തന്ന യേശു നല്ലവൻ. കഷ്ടങ്ങൾ നടുവിൽ വന്നെന്നെ രക്ഷിച്ച യേശു നല്ലവൻ. ദുഃഖത്തിൻ നടുവിൽ ആശ്വാസം തന്ന യേശു നല്ലവൻ.
സ്തുതിച്ചിടാം, വാഴ്ത്തി പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആർത്തുഘോഷിക്കാം. പാടി സ്തുതിച്ചിടാം, വാഴ്ത്തി പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആർത്തുഘോഷിക്കാം. യേശു നല്ലവൻ, യേശു വല്ലവൻ, സർവ്വവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. ശത്രുവെ തകർക്കാൻ ശക്തി തരുന്നവൻ യേശു വല്ലഭൻ. ജയം അയച്ച സൗഖ്യം തരുന്നവൻ യേശു വല്ലഭൻ. ശത്രുവെ തകർക്കാൻ ശക്തി തരുന്നവൻ യേശു വല്ലഭൻ. വചനം അയച്ച സൗഖ്യം തരുന്നവൻ യേശു നല്ലവൻ. സർവശക്തനേശുവിന്റെ മക്കൾ നമ്മൾ കാലിൽ വീടില്ലല്ലോ. സർവശക്തനേശുവിന്റെ മക്കൾ നമ്മൾ ശത്രുക്കാലിൽ വീടില്ലല്ലോ. രോഗം ദാരിദ്ര്യം ചിന്ത പോലെ നടുമെല്ലാം തോറ്റുപോ. രോഗം ദാരിദ്ര്യം ചിന്ത പോലെ നടുമെല്ലാം തോറ്റുപോ. പാടി സ്തുതിച്ചിടാം, വാഴ്ത്തി പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആർത്തുഘോഷിക്കാം. പാടി സ്തുതിച്ചിടാം, വാഴ്ത്തി പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആർത്തുഘോഷിക്കാം. യേശു നല്ലവൻ, യേശു വല്ലവൻ, സർവ്വവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. യേശു നല്ലവൻ, യേശു വല്ലവൻ, സർവ്വവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു എത്ര നല്ലവനാ. നമ്മുടെ സന്തോഷം മാറ്റി, കണ്ണുനീരെല്ലാം മാറ്റി, നമ്മുടെ സങ്കടമെല്ലാം മാറ്റി സന്തോഷം തരുന്ന ആ നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 55-ാം വചനമാണ്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ധന്യവാനായ കർത്താവേ, അങ്ങ് എത്ര നല്ല ദൈവമാണെന്ന് ഞങ്ങൾ പാട്ടിലൂടെ രുചിച്ചറിയുവാനിടയായി. അപ്പാ, ഞങ്ങളുടെ കണ്ണുനീർ മാറ്റുന്ന, ഞങ്ങൾക്ക് സന്തോഷം തരുന്ന എന്റെ കർത്താവ് തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ വചനത്തിന്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അപ്പാ, അതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണോ ഞങ്ങൾ പഠിക്കേണ്ടത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഈ റോസ് ഫാമിലി ഗ്രൂപ്പിനെ, ഫേസ്ബുക്ക് പേജിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അധികമായി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും കർത്താവെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ആദിയോടന്തം കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാനിവിടെ വായിച്ച വചനം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 55-ാം വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഈ വചനത്തിൽ അവനോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്തെഫാനോസിനെ കുറിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനം തന്നെയാണ്. സ്തെഫാനോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മേശയിൽ ശുശ്രൂഷിപ്പാൻ ആദിമസഭ തെരഞ്ഞെടുത്ത 7 പേരിൽ ഒന്നാമനായിരുന്നു സ്തെഫാനോസ്. അതുപോലെ തന്നെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയായ ആദ്യത്തെ രക്തസാക്ഷി.
മാത്രമല്ല യേശുവിന്റെ മാതൃക പ്രകാരം ജീവൻ വെടിഞ്ഞ ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കല്ലെറിഞ്ഞവരെ നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കി ആ സ്വർഗത്തിന്റെ മഹത്വം, അതാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത്. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോൾ യേശുവിന്റെ മാതൃക പ്രകാരം രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ് സ്തെഫാനോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കല്ലെറിഞ്ഞവരെ നോക്കാതെ ഉയരത്തിലേക്ക് നോക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് സ്തെഫാനോസിന് സ്വർഗീയ ദർശനം കാണുവാൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുവിനെ കാണുവാൻ ഇടയായി തീർന്നത്. ആ സ്തെഫാനോസ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്നും സ്തെഫാനോസിന്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ സ്തെഫാനോസിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ എന്തെല്ലാം മാതൃകയുണ്ട് എന്നുമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പല ഗുണഗണങ്ങളെ കുറിച്ച് സ്തെഫാനോസിനെ വചനത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതിൽ പല പോയിന്റുകളായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു സ്തെഫാനോസ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായ സ്തെഫാനോസ്. വിശ്വാസം നിറഞ്ഞവനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അല്ലെങ്കിൽ പാലെടുക്കുക. നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വേറെ ഒരു സ്ഥാനവുമില്ല, പിന്നെ ഒന്നും കൂടെ ഒഴിക്കുവാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ചേർക്കുവാനും സാധിക്കത്തില്ല. എന്നതുപോലെ സ്തെഫാനോസിന്റെ വിശ്വാസം നിറഞ്ഞതായിരുന്നു. അവിടെ ഒരു സംശയത്തിനോ ഒരു ഭയത്തിനോ ഒരു സ്ഥാനമില്ലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതാണ് നിറഞ്ഞ വിശ്വാസം എന്ന് പറയുന്നത്. നിറഞ്ഞ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിന് 3 ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മനസ്സിന്റെ പ്രവൃത്തിയാണ് ഒന്നാമത്തെ വിശ്വാസത്തിന്റെ ലക്ഷണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം, അതായത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ വിശ്വാസം, ആ മനസ്സിന്റെ പ്രവൃത്തി വിശ്വാസത്തിൽ നിറഞ്ഞു കവിയുന്ന അല്ലെങ്കിൽ നിറയുന്ന വിശ്വാസത്തിന്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമതായി, ദൈവത്തോട് അനുസരണമുള്ള ജീവിതവും അനുസരണമുള്ള ജീവിതത്തിന്റെ ഉച്ചാരണം എന്ന് പറഞ്ഞാൽ സംസാരം. അതിന് തെളിവായിട്ട് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 29-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ദൈവത്തെ നാം മനുഷ്യരെക്കാൾ കൂടുതൽ അനുസരിക്കണം. അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത് മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അപ്പോൾ നിറഞ്ഞു കവിയുന്ന അല്ലെങ്കിൽ നിറയുന്ന വിശ്വാസത്തിന്റെ ഒരു ലക്ഷണം ദൈവത്തോടുള്ള അനുസരണമാണ്. അനുസരിച്ചാൽ മാത്രം മതിയോ? ആ അനുസരണമുള്ള ജീവിതത്തിന്റെ ഉച്ചാരണം, അല്ലെങ്കിൽ അത് നമ്മുടെ വായിൽ നിന്ന് സംസാരിക്കണം. അതാണ് 5-ാം അധ്യായത്തിന് 32-ാം വാക്യം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവിടെ നടന്ന അത്ഭുതത്തിന് ഞങ്ങൾക്ക് ദൈവം തന്ന പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് അവരുടെ ഉച്ചാരണത്തിലൂടെ അവരുടെ വിശ്വാസത്തെ അവർ തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത്
ദൈവത്തെ അനുസരിക്കുന്നതോടൊപ്പം ആ അനുസരണത്തിന്റെ ആ ഘടകം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകണം. അതാണ് പത്രോസും അപ്പസ്തോലന്മാരും ഇവിടെ ചെയ്തത്. കർത്താവ് ചെയ്ത അത്ഭുതത്തിൽ അവർ കണ്ടത് മാത്രമല്ല, അവരവിടെ സാക്ഷീകരിക്കുവാൻ, ഞങ്ങളത് കണ്ടു, ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നു, ഞങ്ങൾ അതിന് സാക്ഷികളാണെന്ന് അവരവിടെ പറയുവാനിടയായിത്തീരുന്നു. അതാണ് ദൈവത്തോടുള്ള അനുസരണം വേണം, അതോടൊപ്പം അനുസരണമുള്ള ജീവിതത്തിന്റെ ഒരു ഉച്ചാരണം അല്ലെങ്കിൽ സംസാരിക്കുന്നവരായിത്തീരണം നാം. ഇനി അടുത്ത ലക്ഷണം എന്താണ്? യേശുവിന്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസം നിറഞ്ഞതായി തീരത്തുള്ളൂ. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 13-14 വാക്യത്തിൽ പ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. പൗലോസ് പറയുകയാണ്, കൊരിന്ത്യയിലെ സഭയോട് പറയുകയാണ്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് ഞങ്ങളെയും തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ അറിയുന്ന ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ, അതായത് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു സമ്മതം ഉണ്ടാവണം. എന്നാൽ മാത്രമേ വിശ്വാസത്തിൽ നാം തികഞ്ഞവരായി അല്ലെങ്കിൽ നിറഞ്ഞവരായി മാറത്തുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ നിറയുക അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ 3 ലക്ഷണങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്, നമ്മൾ ചിന്തിച്ചത്. 1, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മനസ്സിന്റെ പ്രവൃത്തി. 2, ദൈവത്തോട് അനുസരണമുള്ള ജീവിതവും ജീവിതത്തിന്റെ ഉച്ചാരണവും. 3, യേശുവിന്റെ കരങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ സമ്മതം. നമ്മുടെ ഹൃദയത്തിന്റെ സമ്മതം ഇല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അപ്പോൾ ആ വിശ്വാസം നിറഞ്ഞതാണെങ്കിൽ ഈ 3 ലക്ഷണങ്ങൾ നമുക്കുണ്ടാവണം. ഈ 3 ലക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ, സ്തെഫാനോസിന് ഈ 3 ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ 3 ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ 3 ലക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും വിശ്വാസത്തിൽ നിറഞ്ഞവരാണ്. പ്രൈസ് ദി ലോർഡ്. അഥവാ വിശ്വാസത്തിൽ നിറഞ്ഞവരല്ലെങ്കിൽ ഇന്നു മുതൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എനിക്കും വിശ്വാസത്തിൽ നിറഞ്ഞവളായി അല്ലെങ്കിൽ നിറഞ്ഞവനായി മാറണം. സ്തെഫാനോസിനെ പോലെ വിശ്വാസത്തിൽ നിറഞ്ഞവനായി തീരുവാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിശ്വാസത്തിന്റെ കൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു എന്ന് വചനം നമ്മൾ വായിച്ചു. ഉള്ളിലുള്ള വെളിച്ചം അഥവാ പരിശുദ്ധാത്മ ശക്തി സ്തെഫാനോസിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ആ ഉള്ളിലുള്ള ആ വെളിച്ചം മുഖത്ത് തേജസ്സായി വെളിപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ കണ്ടു എന്ന് വചനത്തിൽ പറയുന്നു. 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അതായത് പ്രിയപ്പെട്ടവരെ, പാപം നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ വിരൂപമാക്കുന്നുവെങ്കിൽ ദൈവകൃപ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെ ദൈവത്തിന്റെ തേജസ് ഉള്ളവരാക്കി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ആക്കി മാറ്റുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി സ്തെഫാനോസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് ചിന്തിച്ചു, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു സ്തെഫാനോസ്. നമ്മുടെ ജീവിതത്തിൽ അത് ചോദന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും ആ പരിശുദ്ധാത്മ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിട്ടുണ്ടോ, അതോ ഇനിയും നിറയുവാനുണ്ടോ? ഈ നാളുകളിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം പ്രിയരെ. ഇനി രണ്ടാമതായി സ്തെഫാനോസിന്റെ ജീവിതത്തിൽ ഉള്ള പ്രത്യേകത എന്തായിരുന്നു? കൃപയും ശക്തിയും നിറഞ്ഞവനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കൃപയും ശക്തിയും നിറഞ്ഞവനായിരുന്നു. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ?
നമ്മൾക്ക് അർഹതയില്ലായിരുന്ന സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകുന്ന ആ മനസ്സലിവാണ്, ദൈവം നമുക്ക് തരുന്ന ആ ഒരു നന്മയാണ് കൃപ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അർഹതയില്ല, കിട്ടുവാനുള്ള ഒരു അർഹതയും ഇല്ല. എന്നാൽ ആ മനസ്സലിവ് ദൈവത്തിൽ നിന്ന് വരുവാണ്. ഇവക്ക് ആ കൃപ കൊടുത്തേക്കാം, ഇവളെ രക്ഷിച്ചേക്കാം, ഇവനെ രക്ഷിച്ചേക്കാം എന്ന് ദൈവത്തിന് തോന്നുന്ന ആ ഒരു വികാരത്തിനാണ് കൃപ എന്ന് പറയുന്നത്. നമുക്ക് അർഹതയില്ലാത്തതാ, എന്നാൽ ദൈവം കനിവ് തോന്നി, നമ്മോട് മനസ്സലിവ് തോന്നി നമുക്ക് തരുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപയാൽ നിറഞ്ഞവനായിരുന്നു സ്തെഫാനോസ്. ഇനി ശക്തി നിറഞ്ഞവൻ. ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ശക്തി വേണം, അല്ലെ? മാത്രമല്ല, എന്തെങ്കിലും നമ്മളെ കർത്താവ് ദൗത്യം ഏൽപ്പിക്കുന്നുവെങ്കിൽ ശക്തിയും കൂടെ തരാതെ ദൈവം ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനം നാം പഠിക്കുമ്പോൾ ഓരോ കൽപ്പനയോടൊപ്പം ഓരോ വാഗ്ദത്വവും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും പോയി എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവ് നമ്മളോട് പറയാണ്, നിങ്ങൾ സാക്ഷികളാകും. ഈ ലോകത്തിന്റെ അറ്റത്തോളം പോയി, ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ സാക്ഷികളാകുമെന്ന് വെറുതെ അല്ല പറഞ്ഞത്, അതിനൊരു വാഗ്ദത്വം കൂടെ തന്നു. ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മോട് കൽപ്പനകൾ തരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു വാഗ്ദത്വം കൂടെ തരും. വെറുതെ കർത്താവ് പറയത്തില്ല. അതായത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ കർത്താവ് നമ്മളോട് പറയാറുള്ളൂ. അതുകൊണ്ടാണ് അവിടെ സ്തെഫാനോസ് സംസാരിച്ചപ്പോൾ തർക്കിക്കുവാൻ വേണ്ടി പലരും അവിടെ എഴുന്നേറ്റു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വചനം പറയുക. എന്നാൽ അവരെന്നാ ചെയ്തത്? പിന്നെ ചിലരെ വശത്താക്കി സ്തെഫാനോസിനെതിരായി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം ചിലരെ കൊണ്ട് പറയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവനെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തുവാനിടയായി തീർന്നു. അപ്പോൾ ന്യായാധിപ സംഘത്തിൽ നിന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായതുകൊണ്ടാണ് അവന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി തീർന്നത്. മാത്രമല്ല, മറ്റുള്ളവരോട് ജ്ഞാനത്തോടും ആത്മാവോടും കൂടെ സംസാരിക്കുവാനിടയായി തീർന്നത്. സർവോപരി അവന്റെ മുഖം ദൈവദൂതന്റെ മുഖമായി തീരുവാനിടയായി തീർന്നത്, ദൈവദൂതന്റെ മുഖം പോലെ ആയി തീരുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നാമും കൃപയും ശക്തിയും നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ കരങ്ങൾ കൊണ്ടും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ജ്ഞാനത്തോടും ആത്മാവോടും കൂടെ സംസാരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ മുഖവും ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുവാനിടയായി തീരും. മറ്റുള്ളവരോട് നമ്മളോട് തർക്കിക്കുവാൻ പലരും വരാറില്ലേ? അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് വരാറില്ലേ? അപ്പോൾ അങ്ങനെ വരുന്നവരോട് ജ്ഞാനത്തോടും ആത്മാവോടും കൂടെ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ സംസാരിക്കാൻ തന്നെ പോകാറില്ലെങ്കിൽ പിന്നെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം സുവിശേഷം അറിഞ്ഞിട്ട് അങ്ങനെ അടങ്ങിയിരിക്കേണ്ടവരല്ല. മറ്റുള്ളവരോട് നാം ജ്ഞാനത്തോട്, അവർ തർക്കിക്കാൻ വരുമല്ലോ എന്നോർത്ത് പേടിച്ച് ഭയന്നിരിക്കുന്നവരുണ്ട്. വെറുതെ എന്തിനാ ഞാൻ റിസ്ക് എടുക്കുന്നത്? ഞാൻ സുവിശേഷം പറഞ്ഞാൽ പോയാൽ, യേശുവിനെ കുറിച്ച് അല്പമെങ്കിലും സംസാരിച്ചാൽ അവരെന്നോട് തർക്കിക്കാൻ വരും, വെറുതെ എന്തിനാ വയ്യാവേലി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതല്ല പ്രിയരെ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, കൃപയും ശക്തിയും നാം നിറഞ്ഞവരാണെങ്കിൽ,
കൃപയിലും ശക്തിയിലും നാം നിറഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് ജ്ഞാനത്തോടും ആത്മാവോടും കൂടി സംസാരിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിച്ചിരിക്കും. അത് കർത്താവ് നമുക്ക് തരുന്നതാ. അങ്ങനെ നാം സുവിശേഷം മറ്റുള്ളവരോട് പറയാതെ മാറിപ്പോകുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ കൃപയും ശക്തിയും നാം ആദ്യം പ്രാപിച്ചെടുക്കണം. അതിനുശേഷം കാണുന്നവരോടൊക്കെ ഭൂമിയുടെ അറ്റത്തോളം പോയി നാം കർത്താവിന്റെ സാക്ഷികളാകണം. അങ്ങനെ നാം സംസാരിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സ്റ്റെഫാനോസ് അങ്ങനെ സംസാരിച്ചപ്പോൾ, ജ്ഞാനത്തോടും ആത്മാവോടും കൂടെ സംസാരിച്ചപ്പോൾ, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എത്ര നല്ല വചനമാണത്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതേ പ്രിയരെ, നമ്മൾ ആ കൃപയിലാണ്, ശക്തിയിലാണ്, ആ ജ്ഞാനത്തിലാണ്, ദൈവത്തിൽ നിന്ന് വരുന്ന ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളോട് എതിർത്ത് നിൽക്കാൻ ആർക്കും സാധിക്കത്തില്ല. അത് അന്ന് സ്തെഫാനോസിന് മാത്രം കഴിഞ്ഞ കാര്യമല്ല, ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ കള്ളസാക്ഷികളെ നിർത്തി ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ പോയി അവനെ വിധിക്കുവാനിടയായി തീർന്നത്. ഇനി എന്തായിരുന്നു സ്റ്റെഫാനോസിന്റെ പ്രത്യേകത? തിരുവചനം നിറഞ്ഞവനായിരുന്നു. അതായത് വചനം നിറഞ്ഞവനായിരുന്നു സ്റ്റെഫാനോസ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം മൊത്തമായിട്ട് നാം വായിക്കുമ്പോൾ അതിനകത്ത് മൊത്തം വചനത്തിന്റെ ഒരുപാട് കാര്യങ്ങള് സ്റ്റെഫാനോസ് പറയുന്നുണ്ട്. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിന്റെ വിളി മുതൽ, അതായത് ദൈവം അബ്രഹാമിനെ വിളിച്ചത് മുതൽ ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യാക്കോബിന്റെ സന്തതികളെ കുറിച്ചും ജോസഫിനെ കുറിച്ചും മോശയെ കുറിച്ചും മോശയിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചും എല്ലാം സ്റ്റെഫാനോസ് അവിടെ വിവരിച്ചു പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് അബ്രഹാമിന്റെ വിളി മുതൽ കർത്താവിനെ തള്ളിക്കളയുന്നത് വരെയുള്ള ഇസ്രയേൽ ജാതിയോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളും അതിന്റെ ചരിത്രവും സ്തെഫാനോസ് അവിടെ വിവരിച്ചു പറയുകയാണ്. എന്നിട്ട് വിവരിച്ചു പറഞ്ഞതിന് ശേഷമാണ് 7-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു എന്ന് സ്തെഫാനോസ് അവരോട് പറയുകയാണ്. അതായത് തിരുവചനം നിറഞ്ഞു വന്നപ്പോൾ, ഉള്ളിൽ തിരുവചനം നിറഞ്ഞു വന്നപ്പോൾ അതിൽ നിന്ന് ധൈര്യം പ്രാപിച്ചാണ് അവരോട് അവർ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാനിടയായി തീർന്നത്. ദൈവവചനപ്രകാരമല്ല നിങ്ങൾ ജീവിക്കുന്നത്, ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുവാനുള്ള ധൈര്യം അവനുണ്ടാകുവാനിടയായി തീർന്നു. അതായത് സ്തെഫാനോസ് തിരുവചനത്താൽ നിറഞ്ഞവനായിരുന്നു, അതുകൊണ്ട് തന്നെ ധൈര്യം നിറഞ്ഞവനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് അതിന്റെ 53-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ച് എങ്കിലും അത് പ്രമാണിച്ചില്ല. അപ്പോൾ അവരോട് വ്യക്തമായി ധൈര്യത്തോടുകൂടി പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണം അത് അനുസരിച്ചില്ല, അല്ലെങ്കിൽ അത് പ്രമാണിച്ചില്ല എന്ന് ധൈര്യത്തോടുകൂടി അവരോട് പറയുവാനിടയായി തീർന്നു. അതായത് മനുഷ്യർ എന്ത് വിചാരിക്കും, അവരുടെ നോട്ടം എന്നോട് എങ്ങനെയായിരിക്കും, അവർ മനുഷ്യരെന്നോട് എങ്ങനെ ഇടപെടും എന്നൊന്നും വിചാരിക്കാതെ സത്യം വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ പ്രവൃത്തിയെ എതിർക്കുന്നവരെ, അവർ ചെയ്യുന്നത് തെറ്റാണ്, ഇതാണ് തെറ്റ് എന്ന് വിളിച്ചു പറയുവാനുള്ള ഒരു ചങ്കൂറ്റം സ്തെഫാനോസിനുണ്ടായി. അതുകൊണ്ട് പ്രിയരെ, എന്താ സംഭവിച്ചത്?
അവന്റെ ആ ഉറപ്പും ധൈര്യവും പൗലോസിനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനിടയായി തീർന്നു. മാത്രമല്ല, അനേക ജാതികൾ കർത്താവിന്റെ സുവിശേഷം വിശ്വസിക്കുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അഗസ്റ്റിൻ എന്ന മനുഷ്യൻ ഇപ്രകാരം വിളിച്ചു പറയുന്നത്, സ്റ്റെഫാനോസിന്റെ പ്രാർത്ഥനയും സാക്ഷ്യവും ഇല്ലായിരുന്നുവെങ്കിൽ പൗലോസിനെ സഭയ്ക്ക് ലഭിക്കുകയില്ലായിരുന്നു എന്ന്. അതേ പ്രിയരെ, ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതാണ്. ധൈര്യത്തോടും ഉറപ്പോടും കൂടി കർത്താവിന് വേണ്ടി സ്റ്റെഫാനോസ് നിന്നതുകൊണ്ടാണ് പൗലോസിനെ പോലെ ഒരു അപ്പസ്തോലനെ സഭയ്ക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. നാം നമ്മെ തന്നെ ഈ നാളുകളിൽ ഒന്ന് ശോധന ചെയ്യാമോ? സ്റ്റെഫാനോസിനെ പോലെ തിരുവചനം നിറഞ്ഞവരാണോ നാം? ധൈര്യമുള്ളവരാണോ നാം? ധൈര്യത്തോടുകൂടി മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, വചനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ധൈര്യത്തോടുകൂടി മറ്റുള്ളവരോടൊന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെങ്ങനെയാ സാധിക്കുന്നത് പ്രിയരെ? നാം തന്നെ ദൈവവചനത്തിന്റെ ആഴങ്ങളെയും അതിന്റെ മർമ്മങ്ങളെയും മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ലല്ലോ. നാം ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും വായിച്ച് അതിൽ വളരുവാൻ നാം ശ്രമിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുവാൻ ഇടയായിത്തീരുന്നത്? സ്റ്റെഫാനോസ് തിരുവചനത്താൽ നിറഞ്ഞവനായിരുന്നു. നാമും നിറഞ്ഞവരായാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് വചനം പകർന്നു കൊടുക്കുവാൻ നമുക്കും സാധിക്കത്തുള്ളൂ. വചനം കൊണ്ട് നിറഞ്ഞവനായിരുന്നത് കൊണ്ട് ആ ധൈര്യം പ്രാപിച്ച് സ്റ്റെഫാനോസ് മറ്റുള്ളവരിലേക്ക് ആ സാക്ഷ്യം, കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നാം വചനത്തിൽ നിറഞ്ഞവരായി തീരണം. വചനത്തിൽ നിറഞ്ഞവരായി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ധൈര്യം വരും. നമുക്ക് മറ്റുള്ളവരോട് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഇടയായി തീരും. ഈ നാളുകളിൽ ദൈവവചനത്തിൽ നിറയുവാനും അതോടുകൂടി ധൈര്യം പ്രാപിക്കുവാനും മറ്റുള്ളവരിലേക്ക് ആ വചനം പകർന്നു കൊടുക്കുവാനും ദൈവം നമ്മോട് കൃപ തരട്ടെ. ദൈവം നമ്മോട് ഇടപെടുമാറാകട്ടെ. ഇനി സ്റ്റെഫാനോസിന്റെ പ്രത്യേകത എന്തായിരുന്നു? സ്നേഹം നിറഞ്ഞവനായിരുന്നു സ്റ്റെഫാനോസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും വായിച്ച വചനമാണ് ഇതൊക്കെ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 60-ാം വാക്യം, അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവനെ ഉപദ്രവിച്ചവർ എറിഞ്ഞ കല്ലുകൾ അവന്റെ തലയെ പൊട്ടിക്കുവാനിടയായി തീർന്നു. എന്നാൽ സ്നേഹമുള്ള അവന്റെ ഹൃദയത്തെ തകർക്കുവാൻ അതിന് സാധിച്ചില്ല. പൊട്ടിയൊലിച്ച രക്തം അവന്റെ നാവുകളിൽ ഒരുപക്ഷെ നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സ്നേഹത്തിൽ നിന്നുതിർന്ന വാക്കുകളെ അത് തടഞ്ഞു വെച്ചില്ല. അതുകൊണ്ടാണല്ലോ ആ വേദനയുടെ സമയത്തും മറ്റുള്ളവരെ ശപിക്കാതെ, അവനെ കല്ലെറിഞ്ഞവരെ ശപിക്കാതെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപ അതിന്റെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനൊന്നും നമ്മെ തകർത്തു കളയുവാൻ സാധിക്കത്തില്ല. നമ്മുടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിലും ആ കർത്താവിന് വേണ്ടി മരിക്കുവാൻ നാം ഇടയായി തീരും. നമ്മെ തന്നെ മരിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരും. അതാണ് ഇവിടെ സംഭവിച്ചത്. കർത്താവിനോടുള്ള ആ സ്നേഹം മറ്റുള്ളവരോടും സ്നേഹിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ മരണത്തെ വലിയ കാര്യമായിട്ട് സ്റ്റെഫാനോസ് കണ്ടില്ല. കർത്താവിന്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ കടന്നു വരും.
എന്നാൽ അതിന്റെ മധ്യത്തിലും ആ കർത്താവിന്റെ സ്നേഹം നിറയുന്നവരായിരിക്കണം നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയണം. പ്രിയമുള്ളവരെ, സ്റ്റെഫാനോസിന്റെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള പാഠം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ കടന്നു വന്നാലും, പ്രശ്നങ്ങൾ കടന്നു വന്നാലും, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൗത്യം പ്രശ്നങ്ങൾ വരുമ്പോൾ മാറ്റിവെക്കുവാനുള്ളതല്ല. അവരെന്ത് വിചാരിക്കും? നാം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണം. കർത്താവിനോടുകൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ, നാം നിത്യതയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, സ്റ്റെഫാനോസ് ചെയ്തതുപോലെ ആ ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകുവാനിടയാകരുത്. അതുകൊണ്ടാണ് സ്റ്റെഫാനോസ് കുറിവാക്യത്തിൽ നാം വായിച്ചതുപോലെ അങ്ങനെ ആ ദൗത്യത്തിന്റെ ആ ബോധ്യം അവന്റെ ഉള്ളിലുള്ളത് കൊണ്ട്, ഞാൻ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നത് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു എന്ന് വചനം വിളിച്ചു പറയുന്നത്. അതിനുശേഷമുള്ള വചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും ആ സ്വർഗവും തുറന്നിരിക്കുന്ന സ്വർഗവും കാണുവാൻ നമുക്ക് ആഗ്രഹമില്ലേ? മരണത്തെ പോലും ഭയപ്പെടാതെ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടല്ലേ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്തെഫാനോസിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുവാൻ സ്വർഗത്തിൽ നമുക്കൊരു കർത്താവ് ഉണ്ടെങ്കിൽ നാം എന്തിനെയാണ് ഭയപ്പെടുന്നത്? നാം ആരെയാണ് ഭയപ്പെടുന്നത്? പ്രിയരെ, അങ്ങനെ നമ്മെ സ്വീകരിക്കുവാൻ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എന്താണ് പ്രിയരെ നമുക്ക് തടസ്സം? ഈ ലോകത്തിന്റെ മോഹങ്ങളാണോ, നശിച്ചു പോകുന്ന താൽക്കാലിക മോഹങ്ങളാണോ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ മുന്നിലുള്ള തടസ്സം? അതെല്ലാം മാറിപ്പോകട്ടെ പ്രിയരെ. ഈ നാളുകളിൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. കാരണം സ്വർഗം തുറന്നിരിക്കുന്നത് എനിക്ക് കാണണം. പിതാവിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്ക് കാണണം എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാമോ ഈ നാളുകളിൽ? അതുകൊണ്ട് പ്രിയരെ, സ്തെഫാനോസിനെ പോലെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി, കൃപയും ശക്തിയും നിറഞ്ഞവരായി, തിരുവചനം നിറഞ്ഞവരായി, ധൈര്യം നിറഞ്ഞവരായി, സർവോപരി സ്നേഹം നിറഞ്ഞവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. അപ്പാ, അങ്ങയുടെ വചനം സംസാരിപ്പാനും അത് ഏറ്റെടുക്കുവാനും അപ്പാ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരണം. പറഞ്ഞ എനിക്കും കേട്ട എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി വെളിപ്പെടണം. സ്തെഫാനോസിനെ പോലെ അപ്പാ എല്ലാം നിറഞ്ഞവരായി, വിശ്വാസത്തിൽ നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി, കൃപയിലും ശക്തിയിലും നിറഞ്ഞവരായി, തിരുവചനത്താൽ നിറഞ്ഞവരായി, ധൈര്യം നിറഞ്ഞവരായി, അപ്പാ അതിലുപരിയായി സ്നേഹം നിറഞ്ഞവരായി തീരുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണേ. അപ്പാ സ്തെഫാനോസിനെ പോലെ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാൻ, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണം.
ആ വെളിപ്പാടോടുകൂടി ജീവിക്കുവാൻ, ആ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ അപ്പ. പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവര്, രോഗികളായിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങ് കൂടെ ഇരിക്കണമേ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ലല്ലോ കർത്താവെ. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം, സഹായിക്കണം, ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം. ലൈവിലൂടെ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.